വണ്ടൂർ ഡിവിഷൻ. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വികസന ഭൂപടത്തിൽ സവിശേഷമായി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് വണ്ടൂർ, പോരൂർ, പാണ്ടിക്കാട് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന വണ്ടൂർ ഡിവിഷൻ. ഗ്രാമവിശുദ്ധിയുടെ നിറകൺകാഴ്ചകൾ, വികസനത്തിന്റെ കുതിപ്പുകൾ അടയാളപ്പെടുത്തുന്ന നഗരവഴികൾ, ജാതി, മത, വർഗ, വർണ്ണഭേദങ്ങളില്ലാതെ ഒരുമയോടെ പുലരുന്ന മണ്ണ്, സമ്പന്നമായ സംസ്കാരത്തിന്റെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന മണ്ണ്, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ, കർഷക സമരങ്ങൾ, സാംസ്കാരിക നവോത്ഥാന മുന്നേറ്റങ്ങൾ, ഉദാത്തമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവുമുള്ള ചരിത്രഭൂമി. സമ്പന്നമായ ഭൂതകാലം മാത്രമല്ല, അഭിമാനകരമായ ഒരു വികസന വർത്തമാനം കൂടി പങ്കുവയ്ക്കാനുണ്ട് ഈ നാടിന്. ഒരു നാട് അവർ കണ്ട വികസന സ്വപ്നങ്ങളിലേക്ക് ചുവടുവെക്കുമ്പോൾ, ഒരു സമൂഹം മികവിന്റെ നല്ല നാളെയിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറുമ്പോൾ, അവരെ മുന്നിൽ നിന്ന് നയിക്കാൻ ഇന്ന് അവർക്ക് മുന്നിൽ നിൽക്കാൻ ഒരു നായകനുണ്ട്. അസാധ്യമെന്ന് കരുതിയ ഉയരങ്ങളിലേക്ക് ഈ നാടിനെ കൈപിടിച്ചു നടത്തിയ ജനകീയനായ ജനപ്രതിനിധി KT അജ്മൽ. ജനങ്ങൾക്കൊപ്പമുള്ള വിശ്രമമില്ലാത്ത പൊതുപ്രവർത്തനത്തിന്റെ മികവിൽ, ദീർഘവീക്ഷണത്തോടെയുള്ള ചുവടുവെപ്പിൽ, വിശ്വാസ്യതയുടെയും പരസ്പര സഹകരണത്തിന്റെയും ഉറപ്പുള്ള അടിത്തറയിൽ ഇവിടെ അവരൊരു പുതിയ വികസന മാതൃക സൃഷ്ടിച്ചു. നിശ്ചയദാർഢ്യത്തിന്റെ ഇടപെടലുകൾ, ഏവരെയും ഉൾക്കൊള്ളുന്ന സംഘാടനം, ഇവിടെ കാലത്തിൽ അടയാളപ്പെടുത്തിയത് വികസന വിപ്ലവത്തിന്റെ വിജയമുദ്രകൾ. വികസനമെന്നാൽ അത് സമൂഹത്തിൽ സർവതല സ്പർശിയായ വികസനോന്മുഖമായ കുതിപ്പുകളും, അടിസ്ഥാന വർഗത്തിന് സുരക്ഷിതമായ ജീവിത വ്യവസ്ഥ ഒരുക്കുക എന്നതുകൂടിയാണെന്നതിന്റെ വർത്തമാന സാക്ഷ്യം കൂടിയാണ് വണ്ടൂർ ഡിവിഷൻ. വികസനമെന്നത് വണ്ടൂർ ഡിവിഷന് ഒരു അവകാശവാദമല്ല, അതൊരു അനുഭവ സാക്ഷ്യമാണ്. കേരളം നടുങ്ങി നിന്ന പ്രളയകാലത്തും ലോകം പകച്ചുനിന്ന കോവിഡ് കാലത്തും അവരിലൊരാളായി ഇവിടെയുണ്ടായിരുന്നു, തണലും തുണയുമായി. ഒരു ജനപ്രതിനിധിയുടെ ഇടപെടലുകൾ ഈ നാടിന്റെ വികസന ഭൂപടത്തിൽ എങ്ങനെ അടയാളപ്പെട്ട് കിടക്കുന്നു എന്നത് ഈ കാഴ്ചകൾ നമ്മോട് പറയും. 5 വർഷം, 20,11,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ. ചരിത്രത്തിലാദ്യമായി ഡിവിഷനിലെ 3 പഞ്ചായത്തുകളിലെ 55 വാർഡുകളിലും ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വകയിരുത്തിയ വികസന വർഷങ്ങൾ. കണക്കുകൾ അടിവരയിടുന്ന പദ്ധതികൾ ഒറ്റനോട്ടത്തിൽ. റോഡ് നവീകരണം 4,71,00,000 രൂപ. വിദ്യാഭ്യാസ മേഖല 5,40,00,000 രൂപ. SC മേഖല 3,15,00,000 രൂപ. ആരോഗ്യമേഖല 1,80,00,000 രൂപ. ഉൽപാദന മേഖല 1,19,00,000 രൂപ. മിനിമാസ് ലൈറ്റ് 74,00,000 രൂപ. കുടിവെള്ള പദ്ധതി 55,00,000 രൂപ. ഏമങ്ങാട് അങ്കണവാടി കെട്ടിടം 20,00,000 രൂപ. മാട്ടക്കുളം ആയുർവേദ ഹോസ്പിറ്റലിന് കെട്ടിടം 20,00,000 രൂപ. കുറ്റമുണ്ട അങ്കണവാടി കെട്ടിടം 15,00,000 രൂപ. പൂത്രക്കോവ് ഹരിശ്രീ വായനശാല കെട്ടിടം 10,00,000 രൂപ. തുള്ളിശ്ശേരി കാക്കാത്തോട് പാലം 1,70,00,000 രൂപ. വാണിയമ്പലം ഓപ്പൺ ജിം 10,00,000. വണ്ടൂർ വനിതാ ഫിറ്റ്നസ് സെന്റർ 10,00,000. കോട്ടക്കുന്ന് ക്രിക്കറ്റ് പരിശീലന കോർട്ട് 2,00,000. വിദ്യാഭ്യാസ രംഗത്ത് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചും സ്വന്തമായി ഫണ്ട് കണ്ടെത്തിയും നിരവധി വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കി. അതോടൊപ്പം വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനായി ഭാവനാപൂർണമായ നിരവധി പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കി എന്നതാണ് KT അജ്മൽ എന്ന ജനപ്രതിനിധിയുടെ ഏറ്റവും മികച്ച ഭരണ നേട്ടങ്ങളായി അടയാളപ്പെടുത്താനുള്ളത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഭരണകൂടം അനുവദിക്കുന്ന പരിമിതമായ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഒതുക്കി നിർത്താതെ ഒരു നാട് കിനാവ് കാണുന്ന വികസന സ്വപ്നങ്ങളിലേക്ക് അവരെ കൈപിടിച്ച് നടത്തിയെന്നതിലാണ് KT അജ്മൽ എന്ന ജനപ്രതിനിധി വ്യത്യസ്തനാകുന്നത്.
വണ്ടൂർ ഡിവിഷന് മാത്രം അവകാശപ്പെടാനാവുന്ന തനത് പരിപാടികളുടെ ഈ കാഴ്ചകൾ നമ്മോട് ആ വികസന വിപ്ലവത്തിന്റെ കഥ പറയുന്നുണ്ട്. ഹൃദയപൂർവം 1500 UP LP സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ കിറ്റുകളുടെ വിതരണം. ഒരു നാടിന്റെ അടിസ്ഥാന വികസനം ആരംഭിക്കുന്നത് സ്വയം പര്യാപ്തമായ രീതിയിൽ ഏവർക്കും പ്രാഥമിക വിദ്യാഭ്യാസ സാധ്യതകൾ ഒരുക്കുന്നതിലൂടെയാണ്. മികച്ച ഭാവിയിലേക്കുള്ള പ്രതീക്ഷയുടെ പൂക്കളാണ് ഈ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ വണ്ടൂർ ഡിവിഷൻ മെമ്പറായ ശ്രീ KT അജ്മൽ നിങ്ങൾക്ക് ആവശ്യമായ പഠന സാമഗ്രികൾ ഒരു കിറ്റായി നിങ്ങളുടെ കൈകളിലെത്തിക്കുക. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കും അവകാശപ്പെടാൻ കഴിയാത്ത വളരെ വ്യത്യസ്തമായ പരിപാടിയാണ്. കേരളത്തിൽ ഒരുപാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ടെങ്കിലും ആ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ എല്ലാം പ്രവർത്തനത്തിന് നമ്മൾ മാർക്കിട്ട് കേരളത്തിലെ 1ാം നമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അത് അജ്മൽ KT ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഞാൻ കരുതിയത് 100-200 പേരൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരിക്കും. അങ്ങോട്ട് വരുന്ന സമയത്ത് വലിയ തിരക്ക്. വേടന്റെ പരിപാടി ഉണ്ടോ ഇവിടെ എന്ന് ചോദിച്ചു. അതുപോലെ തിരക്ക്. നോക്കുന്ന സമയത്ത് ഇത്രയും ആളുകളെ സംഘടിപ്പിച്ചിരിക്കുക. എന്തായാലും വലിയ സന്തോഷം. നിങ്ങൾക്ക് ഏവർക്കും നിങ്ങളുടെ ഭാവി ജീവിതം ഭാസുരമാകാൻ എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്തരം ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ച അജ്മലിനെ ഒരിക്കൽ കൂടി ഹൃദയം തുറന്ന് അഭിനന്ദിച്ചുകൊണ്ട് ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് അജ്മൽ സാറ് സ്കൂൾ കിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഇനിയും കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അജ്മൽ സാറിനോട് കടപ്പെട്ടിരിക്കുന്നുണ്ട്. ടോപ്പേഴ്സ് ഡേ 5 വർഷവും LSS USS മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു. ഏകദേശം 5000 കുട്ടികൾ ആദരിക്കപ്പെട്ടു. വിദ്യാഭ്യാസ രംഗത്തെ മികവുകൾക്ക് കൂടെ നിൽക്കാനാവുന്ന, അവർക്ക് പ്രോത്സാഹനമാകുന്ന രീതിയിൽ വിവിധ പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷങ്ങളിൽ നടപ്പിലാക്കിയത്. അജു എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മൾ കുട്ടിക്കാലം മുതൽ കാണുന്നതാണല്ലോ. നിങ്ങൾ ഒരേ ഏജന്റ് ആയിരിക്കില്ലേ? അജു എന്ന് പറഞ്ഞാൽ മനസ്സിൽ അടങ്ങിയിരിക്കുന്ന ഒരു അജു ഉണ്ടാവില്ല. ഇവിടെ ഈ പ്രോഗ്രാം നടത്തുന്ന നിങ്ങൾക്കൊക്കെ ഈ ഇതൊക്കെ തരുന്നില്ലേ? ഇതൊന്നും ഇവിടുന്ന് ഫണ്ട് കിട്ടിയിട്ടൊന്നുമില്ല. ഇദ്ദേഹം സ്വന്തം കീശയിൽ നിന്ന് ഇറക്കിയിട്ട് ചെയ്യുന്നതാണ്. അജുവിന് എല്ലാ അഭിനന്ദനങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നേർന്നു. എയിം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ ഉണർവ് പകരാനും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ മുൻനിരയിലെത്തിക്കുന്നതിനും വേണ്ടി എയിം എന്ന പേരിൽ ഒരു സമഗ്ര പദ്ധതി തന്നെയാണ് വണ്ടൂർ ഡിവിഷനിൽ നടപ്പിലാക്കിയത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നതിനു വേണ്ടിയുള്ള കോർണർ ക്ലാസുകൾ, പ്രത്യേക പരിശീലനം ലഭിച്ച അക്കാദമീഷ്യന്മാരുടെ മേൽനോട്ടത്തിൽ LSS USS കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക കോച്ചിംഗ് ക്യാമ്പുകൾ എന്നിവ സംഘടിപ്പിച്ചു. ഒരുപക്ഷേ ഒരു ഡിവിഷൻ തലത്തിൽ ഇത്രമാത്രം സമഗ്രമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി എന്നത് കേരളത്തിൽ തന്നെ വണ്ടൂർ ഡിവിഷനിൽ മാത്രമായിട്ടായിരിക്കും പ്രയോഗവൽക്കരിച്ചിട്ടുണ്ടാവുക. വാർത്താമാധ്യമങ്ങളും ജനപ്രതിനിധികളും ഈ പദ്ധതിയെ വാനോളം പ്രശംസിച്ചിട്ടുണ്ട്. കവചം എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആന്റി ഡ്രഗ്സ് സ്ക്വാഡ് രൂപീകരിക്കുകയും പരാതികൾ നൽകാനുള്ള കംപ്ലൈന്റ് ബോക്സുകൾ സ്ഥാപിക്കുകയും ചെയ്തു. സമൂഹത്തിലാകെ പടർന്നു പിടിച്ച ലഹരി എന്ന ഭീഷണിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പൊതുജനങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കാനും കൂടുതൽ ഫലപ്രദമായ പദ്ധതികളുമായി മുന്നോട്ടു പോകാനും തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് വണ്ടൂർ ഡിവിഷനിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഇതിനോട് ചേർത്ത് വായിക്കണം. വണ്ടൂർ VMC ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് 55 ലക്ഷം രൂപ ചിലവിൽ ആധുനികവൽക്കരിച്ച കെമിസ്ട്രി, ബോട്ടണി, ഫിസിക്സ് ലാബുകൾ. പോരൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് 28 ലക്ഷം രൂപ ചിലവിൽ ആധുനികവൽക്കരിച്ച ഫിസിക്സ്, കമ്പ്യൂട്ടർ ലാബുകൾ. വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് 22 ലക്ഷം രൂപ ചിലവിൽ ആധുനികവൽക്കരിച്ച കെമിസ്ട്രി ലാബ്, 32 ലക്ഷം രൂപ ചിലവിൽ നവീകരിച്ച സ്മാർട്ട് സ്റ്റാഫ് റൂം എന്നിവ
ഈ പദ്ധതിയോട് കൈകോർക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ്. സ്നേഹസ്പർശം. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്വന്തം നിലയിൽ ഇലക്ട്രിക് വീൽചെയറുകൾ ഉൾപ്പെടെ 14 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ വിതരണം നടത്തി. ഭിന്നശേഷിക്കാർ വീടകങ്ങളിൽ തളച്ചിടപ്പെടേണ്ട ഹതഭാഗ്യരല്ലെന്നും അവർക്ക് സ്വന്തമായി പുറം ലോകം കാണാനും പുതിയ പ്രതീക്ഷകളുടെ ആകാശങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ കുതിക്കാനും കഴിയുമെന്ന് ഈ പദ്ധതി അടിവരയിട്ടു. ഞങ്ങളെ കാക്കാക്ക് യാത്ര ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായ സമയത്താണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അജ്മലാക്ക ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വണ്ടി തന്നത്. അദ്ദേഹത്തിനോട് ഹൃദയത്തിൽ നിന്നുള്ള വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അജ്മൽ സാറിന്റെ ഇതുകൊണ്ട് തന്നെ ഞാൻ എല്ലായിടത്തും പോണതും ഇതൊക്കെ അതുകൊണ്ട് തന്നെ വളരെ നന്ദിയുണ്ട്. സത്യത്തിൽ ഞാൻ ഈ അജ്മലിനോട് വിശദമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ ഇനി ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഞാൻ ഈ പരിപാടി കാണുന്നത്. ഈ ജില്ലയിൽ നടക്കുന്നത് പോലെയൊന്നും കേരളത്തിൽ ഒരിടത്തും ഇതുപോലെ പരിപാടിയൊന്നും നടക്കുന്നത്. ഞാൻ അതിനൊരു പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് നല്ല മനുഷ്യരിവിടെ ഉണ്ടെന്നുള്ളത്. കിക്ക് ഓഫ്. 118 യുവജന ക്ലബ്ബുകൾക്ക് ഫുട്ബോൾ ജേഴ്സി നൽകി. ഒരു നാടിന്റെ ഭാഗധേയം നിർണയിക്കുന്നത് അവിടുത്തെ യുവജനങ്ങളാണ്. കായിക രംഗത്തിന് പുത്തൻ ഉണർവ് നൽകാൻ നിരവധി ഭാവി പദ്ധതികൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടക്കമായി ഈ പ്രദേശങ്ങളിലെ യുവജനങ്ങൾക്കായി ജേഴ്സി വിതരണം നടത്തി. രാഹുൽ ഗാന്ധിയാണ് കിക്ക് ഓഫ് ഉദ്ഘാടനം ചെയ്തത്. When I came in here, I heard one of the announcers saying that I am the champion of secular India. The only India that is possible is a secular India. There is no other India that is possible. ഞാൻ YFA ഫുട്ബോൾ അക്കാഡമിയിലെ ഒരു പ്ലെയറാണ്. ഇവിടെ YFA ഫുട്ബോൾ അക്കാഡമിയുടെ ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ FDM സൂപ്പർ ലീഗ് കളിക്കുന്നുണ്ട്. 4 ബാച്ചുകളുണ്ട്. ഒരു ബാച്ചിൽ 30ഓളം കുട്ടികളാണ് കളിക്കുന്നത്. ഇതിനുള്ള ജേഴ്സികളെല്ലാം ഞങ്ങൾ സ്പോൺസർഷിപ്പിലായിരുന്നു കണ്ടെത്തിയിരുന്നത്. കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ KT അജ്മലിൽ നിന്ന് വണ്ടൂരിലെ 118 ക്ലബ്ബുകൾക്ക് ജേഴ്സി വിതരണം ചെയ്യുകയുണ്ടായി. അതിൽ YFA അക്കാദമിക്കും ജേഴ്സി ലഭിച്ചിരുന്നു. ഞങ്ങൾ ആ ജേഴ്സി ഏറ്റുവാങ്ങിയത് ശ്രീ രാഹുൽ ഗാന്ധിയിൽ നിന്നാണ്. കർഷക സന്ധ്യ. വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ മികവ് തെളിയിച്ച കർഷകരെ ആദരിച്ചു. പെണ്ണൊരുമ, വനിതാ സ്വയം തൊഴിൽ സംരംഭകത്വ സംഗമം പോലെയുള്ള പരിപാടികൾ ഈ നാടിന്റെ കാർഷിക സംസ്കാരം വീണ്ടെടുക്കാനും പെൺകൂട്ടായ്മകളിലൂടെ നിരവധി സംരംഭകരെ വാർത്തെടുക്കാനുമുള്ള നമ്മുടെ പല ഭാവി പദ്ധതികളുടെയും ചുവടുവെപ്പുകളാണ്. യുവജന കായികമേള. എല്ലാ പഞ്ചായത്തിലും യുവജന കായികമേളകൾ സംഘടിപ്പിച്ചു. വോളിബോൾ, ഫുട്ബോൾ, ക്രിക്കറ്റ് ടൂർണമെന്റുകൾ ഇതിന്റെ ഭാഗമായിരുന്നു. എല്ലാ പഞ്ചായത്തിലും സൂപ്പർ കപ്പ് എന്ന പേരിൽ നടത്തിയ ടൂർണമെന്റുകൾ ജനപങ്കാളിത്തം കൊണ്ട് വൻ വിജയമായ പരിപാടികളാണ്. വനിതകളുടെ ഫുട്ബോൾ ടൂർണമെന്റ് ഈ മേഖലയിൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നായിരുന്നു. മെഡിഫിറ്റ്. എല്ലാ പഞ്ചായത്തുകളിലും സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ്. ഏവർക്കും ആരോഗ്യവും മെച്ചമായ ചികിത്സാ സൗകര്യവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ ചുവടുവെപ്പായിരുന്നു മെഡിഫിറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ്. വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ പിന്തുണയോടെ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ജനപങ്കാളിത്തം കൊണ്ട് വൻ വിജയമായിരുന്നു. ഫുഡ് ഫെസ്റ്റ്. വനിതാ ശാക്തീകരണം ലക്ഷ്യം വെച്ച് വനിതകൾക്കായുള്ള കേക്ക് ഫെസ്റ്റ്, ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയ മേളകൾ സംഘടിപ്പിച്ചതിലൂടെ നിരവധി വനിതകളാണ് പുതിയ സംരംഭക പ്രവർത്തനങ്ങളിലേക്കും വിപണന മേഖലയിലേക്കും കാലെടുത്തുവച്ചത്. ഇന്ന് വിജയകരമായ പല കൂട്ടായ്മകൾക്കും വിപണികൾക്കും വനിതകൾക്ക് പ്രോത്സാഹനവും ഊർജവും പകർന്നത് ഈ ഫെസ്റ്റുകളായിരുന്നു. അന്നത്തെ ഒരു പരിപാടിക്ക് ശേഷം ഇന്ന് എനിക്ക് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. എനിക്ക് ഒരുപാട് കേക്കിന് ഓർഡറുകളും പിന്നെ എവിടെ ചെന്നാലും എനിക്കൊരു പരിഗണന ലഭിക്കാനും ഒക്കെ തുടങ്ങി. അതിന് വലിയ ഒരു കാരണം അയക്കുന്നത് KT അജ്മൽ സാർ നടത്തിയ ആ ഒരു പരിപാടിയിൽ ഭാഗം കഴിഞ്ഞാലാണ്. 100-200 പേര് പങ്കെടുത്തിരുന്ന ഒരു പരിപാടിയായിരുന്നു അത്. ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കാൻ തന്നെ കാരണം
അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ്. അതിന് KT അജ്മൽ സാറിനോട് വളരെ അധികം കടപ്പെട്ടിരിക്കുന്നു. കോവിഡ് കാലത്ത് നാടൊന്നായി സ്തംഭിച്ചു നിന്ന സമയത്ത് നമ്മുടെ പ്രദേശത്ത് മതിയായ സുരക്ഷയൊരുക്കുവാനും ഭയമുക്തമാക്കുവാനും നിരവധി പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. എല്ലാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്ററുകൾക്കും ഓക്സിജൻ സിലിണ്ടറുകൾ, PPE കിറ്റ്, പൾസ് ഓക്സിമെട്രി ഉൾപ്പെടെയുള്ള കിറ്റുകൾ നൽകുകയും അതോടൊപ്പം ജനങ്ങളുടെ ഭീതി അകറ്റാനും സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും സാധിച്ചു. സർക്കാർ സംവിധാനങ്ങൾക്ക് പുറമെ ഈ നാടിന്റെ വികസന കാര്യങ്ങളിൽ എന്നും കൂടെ നിൽക്കുന്ന സംരംഭകരെയും അഭ്യുദയകാംക്ഷികളെയും ചേർത്ത് പിടിച്ച് നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും കലാകായിക സാംസ്കാരിക രംഗങ്ങളിലെ ഉണർവിനും പ്രത്യേകമായി ഫണ്ട് കണ്ടെത്തി വണ്ടൂർ ഡിവിഷന്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കാൻ KT അജ്മൽ എന്ന വികസന നായകന് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ മറ്റു ജില്ലാ പഞ്ചായത്തുകൾക്ക് പോലും മാതൃകയാകുന്ന ഭാവനാപൂർണമായ നിരവധി പദ്ധതികൾ ഇതിന്റെ തുടർച്ചയായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. KT അജ്മൽ എന്ന ജനകീയനായ ജനപ്രതിനിധി വണ്ടൂർ ഡിവിഷനിൽ നടത്തിയ വികസനത്തിന്റെ വിശേഷങ്ങൾ ഈ കാഴ്ചകളിലോ വാക്കുകളിലോ ഒതുങ്ങുന്നതല്ല. ഈ നാട്ടിൽ നടപ്പിൽ വരുത്തിയ വികസനത്തിന്റെ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണിവ. ഈ വികസനങ്ങൾക്ക് ഒരു തുടർച്ചയുണ്ടായിരിക്കണമെന്ന് ഈ നാട് ആഗ്രഹിക്കുന്നുണ്ട്. ജനകീയനായ ഒരു ജനപ്രതിനിധി നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് മുന്നോട്ടുള്ള യാത്രകൾക്ക് ഊർജം പകർന്ന് കൂടെയുണ്ട്. നമുക്ക് മുന്നേറാം നാടിന്റെ നന്മയിലേക്ക്, ഒരു നല്ല നാളെയിലേക്ക്.